ഞാൻ ഇനി വിളിച്ച അമ്മയ്ക്ക് വാശി കൂടുകയുള്ളൂ. മുരളിയേട്ടൻ വന്നൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഇതൊന്നും അറിഞ്ഞതായിട്ട് അമ്മ അറിയണ്ട. താൻ തന്നെ പോയി വിളിച്ചാ മതി. അങ്ങാടി തോറ്റേന്ന് നമ്മൾ എന്ത് പിഴച്ചിട്ടാ? പോയി വിളിച്ചു നോക്കാം. പെറ്റമ്മയെ പട്ടിണി കിട്ടുന്നുള്ള പേരുദോഷം കേൾക്കണ്ടല്ലോ. ഇപ്പൊ പണിക്കർ സാറിന്റെ മകൾ എവിടെയുണ്ടെന്നറിയോ? നോ ഡോക്ടർ, ഷീസ് മിസ്സിംഗ്. എവിടെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. അല്ലേ ഗീത? അതുപോട്ടെ, അപൂർവയുടെ മിസ്സിങ്ങിന് പിന്നിൽ വിപിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല ഡോക്ടർ. ഐ സ്ട്രോങ്ലി ബിലീവ് എന്റെ മകളുടെ മിസ്സിങ്ങിന് പിന്നിൽ അവരാ. അവരെന്ന് പറയുമ്പോ പണിക്കർ ആരെയാ ഉദ്ദേശിക്കുന്നത്? അത് 2-3 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് ഡോക്ടർ. കൊള്ളാവുന്ന പെൺകുട്ടികളെ പറഞ്ഞു മയക്കി അവരുടെ സംഘത്തിൽ ചേർക്കുകയാണ് പതിവ്. ആ ട്രാപ്പിൽ ഞങ്ങളുടെ മകള് പെട്ടുപോകായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും അപൂർവ തിരിച്ചു വന്നാൽ പണിക്കർ മകൾ സ്വീകരിക്കുമോ? അതോ പറയൂ. അപൂർവ തിരിച്ചു വന്നാൽ പണിക്കർ എന്ത് ചെയ്യും? അത് അവളിനി തിരിച്ചു വരില്ല ഡോക്ടർ. എന്റെ മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അല്ല ഗീതേ? സാരമില്ല ഗീത, നമുക്ക് അവളെ വിധിച്ചിട്ടില്ല. ഡോക്ടർ പ്ലീസ്, ഇനി അവളുടെ കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ വെറുതെ വിഷമിപ്പിക്കരുത്. എന്നെപ്പോലെ ഗീതയ്ക്ക് ഇത് ഉൾക്കൊള്ളാനായെന്ന് വരില്ല. ഓ, ഐ എം റിയലി സോറി. അല്ല, താങ്കളോട് ചോദിച്ചാലല്ലേ എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നാലും ഇനി ഞാൻ മകളെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. താങ്ക് യു. അല്ല, ഇപ്പൊ വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കുട്ടി ഏതാ? അത് ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിന്റെ മകളാ, മാളു. മാളവിക എന്നാ അവളുടെ റിയൽ നെയിം. വിപി, ഡോക്ടർ ചോദിച്ചത് മാളുവിനെ കുറിച്ചല്ല. പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടി. വിപി രാവിലെ കൂടെ അവളോട് സംസാരിച്ചതല്ലേ? ഓ, സോറി സോറി സോറി. ആ കുട്ടി നമ്മുടെ വക്കീലിന്റെ സിസ്റ്റർ. എന്താ കുട്ടിയുടെ പേര്? യെസ് യെസ്, ആതിര. ആ കുട്ടിയെ ഡോക്ടർക്ക് എങ്ങനെ അറിയാം? വന്നപ്പോ പണിക്കർ തന്നെയല്ലേ പറഞ്ഞത് മോട്ടിവേഷൻ ക്ലാസ്സിന് വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യം? ഓ യെസ്, ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഈയിടെ പണിക്കർക്ക് മറവി അല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. റിയലി? ഡോക്ടർക്ക് അങ്ങനെ തോന്നിയോ? സി, എനിക്കും അങ്ങനെ സംശയം ഇല്ലാതില്ല. എന്താ ഡോക്ടർ അങ്ങനെ? ഏയ്, നത്തിങ് ടു വറി. നമ്മളൊക്കെ പ്രായമായി വരികയല്ലേ, ചിലപ്പോൾ എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. സാരമല്ല, അതിനുള്ള മരുന്ന് ഞാൻ തരാം. ഓക്കെ? ആ ഗീത, ആ മരുന്ന് വാങ്ങാൻ ഓർത്തു വെച്ചോളൂ. ഡോക്ടർക്കും മറവിയുള്ളതാ. ആ, നമ്മളിപ്പോ പണിക്കരുടെ വീട്ടിലുള്ള കുട്ടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആതിരെങ്ങനെയാ? മിടുക്ക് കുട്ടിയാണ്. പിന്നെ നല്ല അസല കുട്ടിയാ അവള്. നല്ല അടക്കവും ഒതുക്കവും മര്യാദയൊക്കെ ഉള്ള കുട്ടി. കാണാനും നല്ല ഐശ്വര്യം. അല്ല ഗീത? അതെ, നല്ല കുട്ടിയാ. പണിക്കർക്ക് ആ മോളെ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നല്ലോ. ഉറപ്പായും. ഷീ സച്ച് എ നൈസ് ഗേൾ. പിന്നെന്താ, അവളിത്തിരി നാണം കുണിങ്ങിയ. അത് ഞാൻ മാറ്റിയെടുത്തോളാം. ആ മോളെ ഞാൻ അസല് സ്മാർട്ടാക്കി എടുക്കും. യെസ് യെസ്, വേണം. പണിക്കർ വിചാരിച്ചാൽ അതിന് ഈസിയായി കഴിയാവുന്നതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, മറ്റൊന്നും അറിയാനില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി പോവാലോ. ഓ ഷുവർ, എന്താ അങ്ങനെ ആവട്ടെ. വാ ഗീത. ശരി. മാഡം, ഒരു മിനിറ്റ്, ഞാൻ മിസ്സിസിനോടൊന്ന് സംസാരിച്ചോട്ടെ? പിന്നെന്താ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കൊണ്ടിരുത്തിയിട്ട് വരാം. പോയിട്ട് വരും. ഞാൻ ഇപ്പൊ വരാം. വിപി ഇവിടെ ഇരിക്കും. ഓ, വേഗം വരണം, പോയിട്ട് ക്ലാസ് ഉള്ളതാ. വരാം. ആ. ഡോക്ടർ
ഡോക്ടർ വിപിയുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് തോന്നുന്നു? ഞാൻ മാഡത്തോട് ഫോണിൽ സംസാരിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണിക്കരുടെ മനസ്സിൽ ഓർമ്മയും മറവിയും തമ്മിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം നടക്കുകയാണ് ഇപ്പോൾ. അത് പണിക്കർ സ്വയം സൃഷ്ടിച്ചെടുത്ത വലയമാണ്. റിയാലിറ്റിയും ഫാന്റസിയും കൂട്ടുപിടിച്ച് അപൂർവയെ പൂർണ്ണമായും മറക്കാൻ പണിക്കർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാണ്. അപൂർവ എന്ന മകൾ വിപിയുടെ മനസ്സിലിപ്പോ തീരെയില്ല. അവളെക്കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നത് പോലും വിപിക്ക് ഇഷ്ടമല്ല. യെസ്, ഞാനത് നോട്ട് ചെയ്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പൂന് ഒരിക്കലും അപൂർവയാൻ പോകുന്നില്ല. ഒരർത്ഥത്തിൽ അപൂർവ ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ഇന്നലകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കഥാപാത്രമാണ്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ അപൂർവ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരാളെ മറക്കുന്നത് തന്നെയാ പണിക്കരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. മാളവികയെ കൊണ്ടും മാതിരിയെ കൊണ്ടും അപൂർവയ്ക്കൊരു പകരക്കാരിയെ സൃഷ്ടിച്ചെടുക്കുകയാണ് പണിക്കർ. ആ ശ്രമത്തിൽ ആതിരയാവും പണിക്കരുടെ മനസ്സിൽ സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ആതിരെ വിപിക്ക് വലിയ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇഷ്ടം തുടർന്നോട്ടെ. ഏതായാലും ആ കുട്ടി കുറച്ചുനാൾ വീട്ടിലുണ്ടാവുമല്ലോ. ഡെവലപ്മെന്റ്സ് എങ്ങനെ ഉണ്ടാവുന്ന നമുക്ക് നോക്കാം. ശരി ഡോക്ടർ. തൽക്കാലം ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു ഡോക്ടർ. ശരി. ഹലോ. ഇല്ല, മറന്നില്ല. ഞാൻ ഉടനെ വരാം. ആ. വിപി എവിടെ പോയി? വിപി, വിപി. എന്താ മാഡം, എന്താ പ്രശ്നം? എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് പുറത്തേക്ക് പോയല്ലോ. ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. ഓ, എന്റെ ദൈവമേ, ഈ വിപിയെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ മാഡം, എന്തു പറ്റി? ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന നേരം കൊണ്ട് വിപി ഇറങ്ങിപ്പോയത്രേ. പുറത്തു പോയെന്നോ? അതെ ഡോക്ടർ, ആളിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് താൻ നോക്കി നിൽക്കായിരുന്നോ? ഒന്ന് പോയി നോക്കടോ. ആ, ഡോണ്ട് വറി, ആൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. ദൂരങ്ങും പോവില്ല. ഞാനും നോക്കട്ടെ. ശരി. നമസ്കാരം സർ. ആ, സാറിന് ഏത് ബുക്കാ വേണ്ടത്? ഈ കരിയർ ഡെവലപ്മെന്റ്സിനെ സംബന്ധിച്ചുള്ള. വരൂ സർ. സർ, ഈ ബുക്കൊന്ന് നോക്കിക്കേ. കരിയർ ഡെവലപ്മെന്റിന്റെയാ. വേണ്ട, ഇതെന്റെ അടുത്തുണ്ട്. വേണ്ട.
ദേ ആ ബുക്കൊന്ന് എടുക്കോ. വേണ്ട, ഇത് ഓൾഡ് എഡിഷനാ. ഇതിന്റെ പുതിയ റിവൈസ്ഡ് എഡിഷൻ ഉണ്ടോ? പുതിയത് വന്നിട്ടില്ല സർ. ഓ, ഇതാ ഈ 3 ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. സർ 3 ബുക്കും കൂടി 655 രൂപയായി. ഓ, താങ്ക് യു. ദേ അതിന്റെ പുതിയ എഡിഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്ന് കളക്ട് ചെയ്ത് വെക്കണം. അടുത്ത ആഴ്ച വരാം. ശരി സർ. സർ സർ എന്താ? സർ ക്യാഷ് പേ ചെയ്തില്ല, മറന്നുപോയെന്ന് തോന്നുന്നു. ക്യാഷോ? ക്യാഷ് എന്തിനാ? ക്യാഷ് എന്തിനാന്നോ? ബുക്ക് വാങ്ങിയ പിന്നെ ക്യാഷ് തരണ്ടേ? ഞാനിത് വാങ്ങിയതല്ല, വായിച്ചിട്ട് തിരിച്ചു തരാം. അടുത്ത ആഴ്ച തിരികെ കൊണ്ടുവരാം, എന്നിട്ട് വേറെ എടുക്കാം. ഓക്കെ? ഈശ്വര, പുലിവാലായല്ലോ. സാർ സാർ ഒന്ന് നിക്കണം. എന്താ? സാർ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാ. വിൽക്കാനോ? ബുക്കുകളോ? പുസ്തകങ്ങൾ വിൽക്കുന്നോ? അറിവുകൾ വിൽക്കാനുള്ളതല്ല, അത് പകർന്നു കൊടുക്കാനുള്ള. ജസ്റ്റ് ഷെയർ ഇറ്റ്. അതാണ് ഭാരതീയ സംസ്കാരം. അറിവ് നേടിയവൻ തരുന്ന ദക്ഷിണ മാത്രം സ്വീകരിക്കുക. സാർ എന്തൊക്കെയായി പറയുന്നത്? ചുമ്മാ ന്യായം പറയില്ലേ സാറേ. ബുക്ക് വേണമെങ്കിൽ കാശ് ഇവിടെ തന്നിട്ട് പോ സാറേ. 655 രൂപ തന്നെ. ക്യാഷ് എന്റെ അടുത്തില്ല. ക്യാഷ് ഇല്ലെങ്കിലേ സാറിന് ബുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്റെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ച് വാങ്ങിക്കുന്നോ? ഹൗ ഡെയർ യു? സാറ് ചുമ്മാ മെനക്കെടുപ്പിക്കാൻ നിൽക്കല്ലേ. സാറിന് ബുക്ക് വേണമെങ്കിൽ ക്യാഷ് ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞില്ലേ? ക്യാഷ് ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാറ് ബുക്ക് വെച്ചിട്ട് പോയാൽ മതി. സാറിന് ഫ്രീ ആയിട്ട് വായിക്കണമെങ്കിലേ വല്ല വായനശാലയിലും പോയാൽ മതി. ഞാനിത് തരില്ല. എനിക്ക് വേണോ ഇത്? വായിച്ചിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോ ക്യാഷ് കിട്ടിയേ പറ്റൂന്നാണെങ്കിൽ ഗീത തരും. ഏത് ഗീത? ചുമ്മാ നമ്പറും കൊണ്ട് നടക്കാതെ ബുക്ക് ഇവിടെ വെച്ചിട്ട് പോണ സാറേ. മുതലാളി വരുമ്പോ എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. മുതലാളിയോ? ആരുടെ മുതലാളി? എനിക്ക് മുതലാളി എന്നറിയില്ലേ. സാറേ, ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. ചുമ്മാ വേഷം കെട്ടിറക്കാതെ ബുക്ക് ഇവിടെ വെച്ചിട്ട് പോയേ. ഓ, നീ അവരുടെ ആളാണല്ലേ? എനിക്ക് തോന്നി. മാറങ്ങോട്ട്. അയ്യോ, ബുക്ക് മോഷ്ടിച്ചോണ്ട് പോന്നേ. എന്റെ കയ്യിന്ന് വിട്. ആരെങ്കിലും ഒന്ന് പിടിക്കണം. അയാള് ബുക്ക് മോഷ്ടിച്ചോണ്ട് പോവാൻ നോക്ക. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ല. ഹലോ വക്കീലേ, ഇത് തിരുവല്ല SI മൂർത്തിയാ. മനസ്സിലായി സാർ, പറഞ്ഞോളൂ. എന്താ വിളിച്ചേ? സാറിന് വേണ്ടപ്പെട്ടൊരു കക്ഷി നമ്മുടെ സ്റ്റേഷനിൽ വന്ന് കുടുങ്ങിയിട്ടുണ്ടല്ലോ സാറേ. എനിക്ക് വേണ്ടപ്പെട്ട കക്ഷി എന്ന് പറയുമ്പോൾ ആളാരാ മൂർത്തി സാറേ? എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ആ ട്രാൻസ്ജെൻഡർ കൊച്ചും അപ്പനുമായിട്ടുള്ള കേസ് സാറാണല്ലോ വാദിച്ചത്. ആ കേസിലെ പ്രതി തന്നെയാ ആ പണിക്കര്. പണിക്കർ സാറോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ സാറേ.
ഓ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ആളിറങ്ങി പോന്നതാവും. ആള് നിങ്ങളുടെ കസ്റ്റഡി കിട്ടിയല്ലോ, അതേതായാലും നന്നായി. പുള്ളിക്കാരൻ ഇടയ്ക്കിടെ ഇങ്ങനെ ചാടിപ്പോന്ന സ്വഭാവമുണ്ട്. ആള് ലേശം അബ്നോർമൽ ആണെന്ന് സാറിന് മനസ്സിലായല്ലോ. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല സാർ. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ, പണിക്കർ സാറിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും ഒഫൻസ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സാറിന് അയാളും അയാളുടെ ഫാമിലിയുമായി നല്ല ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആളെ മനസ്സിലായ ഉടനെ ഞാൻ സാറിനെ വിളിച്ചത്. സംഗതി അല്പം സീരിയസ് ആണല്ലോ സാറേ. തല്ലുകേസാ. തല്ലുകേസോ? അതെ സാറേ, പണിക്കർക്കെതിരെ കേസ് എടുക്കേണ്ടി വരും. LGBT കമ്മ്യൂണിറ്റിയിലെ ഒരാളെയാണ് ഈ പണിക്കർ ഉപദ്രവിച്ചിരിക്കുന്നത്. സാറേ, എന്താ ഉണ്ടായെന്നൊന്ന് ബ്രീഫ് ചെയ്യാമോ പ്ലീസ്? സംഗതി അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇതാ കമ്മ്യൂണിറ്റിയിലെ ചിലർ ചേർന്ന് ഒരു ഇഷ്യൂ ആക്കി എടുക്കാനുള്ള ശ്രമമാണ് സാറേ. ഒരു ബുക്ക് സ്റ്റോളിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളെടുത്ത് ഈ പറയുന്ന പണിക്കർ കാശ് കൊടുക്കാതെ മുങ്ങാനൊരു ശ്രമം നടത്തി. അത് ചോദ്യം ചെയ്തപ്പോൾ സെയിൽസ് ഗേളുമായ ഒരു കശപിശ. ഈ പറഞ്ഞ സെയിൽസ് ഗേൾ ഒരു ട്രാൻസ്ജെൻഡറാ. ഐ മീൻ എ ട്രാൻസ് വുമൻ. അവർ പണിക്കരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പണിക്കർ അവരെ ഉപദ്രവിച്ചെന്നാ കേട്ടത്. സംഗതി ഒരു പെറ്റി കേസിൽ ഒതുങ്ങേണ്ടതാ. പക്ഷെ പണിക്കരെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഗ്രൂപ്പിലുള്ളവർ ഇതൊരു സെൻസേഷണൽ ഇഷ്യൂ ആക്കാനുള്ള ശ്രമത്തിലാണ്. പണിക്കരുടെ സ്ഥിരം ഏർപ്പാടാണിതെന്ന് അവർ പറയുന്നത്. സാറ് കേസ് രജിസ്റ്റർ ചെയ്തോ? പിന്നെ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല സാറേ. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ അങ്ങനെയാണ്. ഞാനതാ ഉടനെ വക്കീലിനെ വിവരം അറിയിച്ചത്. അവരിവിടെയുണ്ട്. വക്കീൽ വന്നൊന്ന് നേരിട്ട് സംസാരിച്ച ചിലപ്പോൾ പണിക്കരെ കേസിൽ നിന്ന് ഊരിയെടുക്കാനായേക്കും. ഞാൻ വരാം സാർ, ഇപ്പം തന്നെ വരാം. ഓക്കെ. സാർ, ഞാൻ കഴിവതും വേഗം എത്താം. അതുവരെ മറ്റ് ആക്ഷനൊന്നും ഉണ്ടാവരുത് പ്ലീസ് സാർ. സാർ വേഗം വാ. അതുവരെ ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഡിലേ ആക്കി വെക്കാം. ശരി സാർ. ശരി, ഓക്കെ. എക്സ്ക്യൂസ് മീ. എന്താണ്? എനിക്ക് വീട്ടിൽ പോവാറായോ? SI സാറിൻ്റെ അടുത്ത് നിൽക്കുന്നവരെ ആദ്യം ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സാറിന് എപ്പോൾ പോകാൻ പറ്റുമെന്ന്. നോക്ക് മിസ്റ്റർ, എനിക്കധികം ലേറ്റ് ആവാൻ പറ്റില്ലേ? വീട്ടിൽ വൈഫ് മാത്രമേ ഉള്ളൂ. അല്ല, എന്നെ കൊണ്ടുപോകാനുള്ള ആളെ എപ്പോൾ വരുന്നാ പറഞ്ഞത്? ആള് വരും. തൽക്കാലം സാർ അവിടെ ഇരുന്നാട്ടെ. ഓക്കെ. പരാതി ഇത്രയ്ക്ക് അങ്ങോട്ട് കടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, ഈ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ആരോപിക്കുന്നതാണെന്ന് കംപ്ലൈൻറ്റ് തന്ന നിങ്ങൾക്കും അറിയാം, വായിച്ച എനിക്കും അറിയാം. സോറി സാർ, കബണി തന്ത്രിക്കുന്ന ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതൊന്നും വെറും ആരോപണങ്ങളല്ല, സത്യസന്ധമായ കാര്യങ്ങളാണ്. എന്ന് നിങ്ങളങ്ങ് ശഠിച്ചാൽ എനിക്ക് വിശദമായ രീതിയിൽ അന്വേഷിക്കേണ്ടി വരും. ഈ പരാതിയിൽ പറയുന്നത് പോലെ നിങ്ങളെ അയാൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ആരോപിക്കും പോലെ വധശ്രമം തന്നെ ഉണ്ടായി എന്നിരിക്കട്ടെ, അയാളതൊന്നും സ്വഭാവത്തോടെ ചെയ്തതല്ലോ. അതുകൊണ്ട് മിണ്ടാതെ ഞങ്ങളെല്ലാം കൈയും കെട്ടി നിന്ന് സഹിക്കണമെന്നാണോ സാറ് പറയുന്നത്? നോനോ, എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മനോരോഗി എന്ന പരിഗണന ഈ വ്യക്തിക്ക് നിയമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പരിഗണനയും പാടില്ലെന്നാണോ സാറ് പറയുന്നത്? ഞങ്ങളെപ്പോലുള്ളവരുടെ സൗകര്യ ജീവിതവും സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ഈ പറഞ്ഞ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സാർ. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിജയപണിക്കർ എന്ന വ്യക്തി ഇതിനു മുൻപും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് വളരെ നിന്ദ്യമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളതിന് വിചാരണ നേരിട്ടുള്ള ആളാണ് സാർ. സ്വന്തം കുട്ടി ട്രാൻസ്മാൻ ആണെന്നറിഞ്ഞപ്പോൾ ആ പയ്യനെ അന്യായമായി വീട്ടുതടങ്കലിലാക്കുകയും
പിന്നീട് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ് മിസ്റ്റർ പണിക്കർ.